ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇട്ടിട്ടുള്ള നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നോർമലാണ്, നെറ്റ് മെയർ അല്ല, ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കാത്തവരില്ല ലൈക്ക് അടിക്കുക. നമുക്ക് ഇൻട്രോ ഇല്ല ഗൈസ്, ഞാൻ അത് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്നെങ്കിലും നമുക്ക് ഇവരെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വേറെ വേദം കൂടി തുറന്നടാ. ഓ പാവം ഗൈസ്, നമ്മളെപ്പോലെ ഒന്നും ആരാണ് അവർ ഈ ജയിലും കൊണ്ട് കൂട്ടിയിട്ട് തുറന്നിട്ടില്ല നമ്മൾ ഗൈസ്. ഓക്കെ, പ്രാവശ്യമെങ്കിൽ നമുക്ക് ജയിച്ചേ പറ്റൂ ഗൈസ്. എന്തെങ്കിലുമൊക്കെ തുടക്കത്തിൽ തോന്നിട്ടുള്ള സപ്പായ എല്ലാവരും ഉണ്ട്, എന്നൊരു പ്രശ്നമില്ല. എല്ലാവരും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പക്ഷേ പേടിക്കാതെ കളിച്ചാൽ മാത്രമേ നമ്മൾ ജയിക്കൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഗൈസ്. ശരിക്കും നമ്മൾ പേടിക്കാൻ പാടില്ല. ഓ ഗൈസ്, തടി ഇവിടെ നീട്ടി പുറത്തിറങ്ങി കഴിച്ച് നമ്മൾ കുറച്ച് കല്ല് എടുത്തേ. നോക്കേ, ഇതിന് തുറക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഇവിടെ തേങ്ങ വയ്ക്കണം. ഓ ഇപ്പം ആരും വരാതിരുന്നാൽ നമ്മൾ ആരൊക്കെ റയ്യുണ്ടല്ലോ വയസ്സ് ആരുമില്ല. നമുക്ക് മേശയൊക്കെ തുറക്കാം. ഇവിടെ ഉണ്ട്. തീപ്പെട്ടി കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ല. അയ്യോ, വേറൊന്നും കിട്ടിയില്ല. നമുക്കൊരൊറ്റ സാധനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, തീപ്പെട്ടി. ബാക്കി സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് പോവാം. ഓ നമ്മൾ കുറച്ച് സൂക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കൊള്ളാൻ തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒന്നും അത്ര ചൂടില്ല, നല്ല അന്തരീക്ഷമാണ് ഗൈസ്. അപ്പം എണീറ്റാ ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. ഭാഗ്യമില്ലെങ്കിൽ നമ്മൾ തൂക്കാനുള്ള ചാൻസ് ഇല്ല ഗൈസ്. ഇപ്പം മേളിലോട്ട് നമുക്ക് ലിഫ്റ്റിൽ പോവാം. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക ഗൈസ്. ഇവരെന്തോ ഗൈസ് എല്ലായിടത്തും ഉണ്ടല്ലോ. ഇതൊക്കെ എത്ര നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ലാഗടിക്കുക എന്നുള്ള പരിപാടി അത് വലിയൊരു തെറ്റാണ്. ഓക്കെ, നമുക്ക് ലൂട്ടൊക്കെ എടുക്കാം. ഇപ്പോൾ തന്നെ ആക്സിലേറ്റർ കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ലല്ലോ.
5 days. ഓക്കെ, സ്പൈഡറിനൊന്നും ഇല്ലല്ലേ, വേറെ ഒന്നുമില്ലേ? ഒരു തൊലഞ്ഞ ഫോട്ടോ മാത്രമുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ വഴിയില്ല, ഇഷ്ടമായിട്ട് പോവാം. മടുത്ത കളി. അപ്പൂപ്പ ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പൂപ്പനെ കണ്ടുപിടിക്കണം. നമ്മൾ തന്നെ എന്താ ഇങ്ങനെ പറഞ്ഞില്ലേ. ഓ ഗൈസ്, ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടു നമ്മൾ. ഇപ്പം കല്ല് ഇറക്കി. ഗൈസ് കൈയൊക്കെ വിറയ്ക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഗൈസ്. ഇനിയെങ്കിലും മിനിമം പെട്ടെന്നൊക്കെ റെഡിയാക്കി പോകണമെന്നാണ്. ഇതിപ്പോൾ താഴെ കൊണ്ടിട്ടിട്ടും വലിയ ഉപയോഗമൊന്നുമില്ല, എന്നാലും താഴെ കൊണ്ടിടാം. ഇവിടെ എവിടെയെങ്കിലും കാണും ഗൈസ്. വെപ്പൺ എടുക്കണം, വെപ്പൺ കീ എടുക്കണം. പണി ഇനി അങ്ങോട്ട് പണി. ഇതെല്ലാം അടുത്തുണ്ടല്ലോ. സേഫ് കീ മേളിൽ. ഇതൊക്കെ തുറന്നിട്ട് എന്തിനാണ്? അവരെ വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. സേഫ്റ്റി എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റേ ഒരു അപ്പൂപ്പൻ ഇടിച്ച് പിടിക്കാനുള്ള അവിടെയാണെന്ന് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ സേഫ്റ്റി കിട്ടി. തീപ്പട്ടി ഉണ്ട്. തീപ്പട്ടി തീ എത്തിക്കണം. പക്ഷേ അല്ലാതെ വേണം. ഞാനിപ്പോൾ ഇവിടെയാണ്. ഒരിക്കലും അങ്ങനെ പോലില്ല. ഇവിടെ കണ്ടേ കാണാമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അത്ര ഉറപ്പൊന്നുമില്ല. ഉറപ്പില്ല. എനിക്ക് തോന്നുന്നത് സേഫ് കീ നമ്മുടെ സേഫ് കീനെ ഇവിടെ പോയി തപ്പും. സേഫ് കീ വെക്കാനുള്ള സ്ഥലം നമ്മൾ തപ്പണം. എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നൊരു സ്ഥലമെന്ന് വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റാണ്. അവിടെയല്ലേ നമ്മളെ സേഫ് ആയിട്ടുള്ള സ്ഥലം. തന്നെ. ഓക്കെ, ബ്രാഞ്ച് ഗൈസ്. ഇത് എന്തിനുള്ളതാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്തൊരു കിട്ടി. ഓ ഗൈസ്, ജസ്റ്റ് മിസ്സിന് നമ്മളെ തൂക്കിയില്ല. ഇതൊക്കെ എന്തിനുള്ളതാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കളഞ്ഞേക്കാം. പക്ഷെ തുറക്കാമെന്ന് വിചാരിച്ചാൽ അതും പറ്റുന്നില്ല. നമ്മളിനി അങ്ങോട്ട് പോയിട്ട് ഒരു ഉപകാരമില്ല. നമുക്കപ്പോൾ മേളിപ്പോയി ഇനി നമുക്ക് ടൂൾസ് കിട്ടിയാൽ മാത്രമേ നമുക്കിനി തുറക്കാൻ പറ്റൂ. നമുക്ക് വെപ്പൺ കീന്ന് എടുത്തിട്ട് വെപ്പൺ എടുക്കണം. ശരിക്കും നമ്മൾ അവിടെ പോയിട്ട് വലുതായിട്ടൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു. തേങ്ങ കിട്ടിയില്ല. തീപ്പട്ടി കിട്ടി. തീപ്പട്ടി വെച്ചിട്ട് വലിയ വെച്ചാൽ തീപ്പട്ടി എടുത്ത് നമുക്ക് വാ ഇതൊക്കെ അത്ര ഉള്ള വയസ്സ്. ഇതൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം. ബൊമ്മക്ക് വേണ്ടി നമ്മൾ പേടിക്കാൻ നിൽക്കില്ല. ഓക്കെ,
വേറെ ആർക്ക് വേണ്ടി വേണമെങ്കിൽ നമുക്ക് പേടിക്കാം. ശിവന്മാർക്ക് വേണ്ടി പേടിച്ചാൽ നമ്മുടെ മൊത്തം കാലം ഇവിടെ കിടക്കേണ്ടി വരും ഗൈസ്. ഫ്യൂസ് കിട്ടി. ഫ്യൂസ് കൊണ്ട് കുത്തിയ ഒരു വലിയ ഉപയോഗമാണ്, മനസ്സിലായോ? തേങ്ങ കിട്ടി. തേങ്ങ ഇതിൻ്റെ അകത്ത്, ഫ്യൂസ് ഇവിടെ ഉണ്ട്. അപ്പം ഇനി താഴെ പോയിട്ടാണ് പരിപാടി. ഐസ് ഗ്രാനി എന്ന് പറയുന്ന ഗെയിം ഡെവലപ്പറിന് പോലും പെട്ട അവസ്ഥയാണ്. ഇവിടെ കാണും, എനിക്കറിയാം. നമ്മളിതുവരെ പിടിച്ചില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം നേരത്തെ നമ്മൾ ഇങ്ങനെ കളിച്ചിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ കുറച്ച് പേടിയില്ല കളിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമില്ല. നമ്മളെല്ലാം പെട്ടെന്ന് പേടിയില്ലാതെ കളിച്ച് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ആ ഗെയിം അങ്ങനെയാണ് കളിക്കാനുള്ളത് എന്ന് ഞാൻ ഇപ്പോൾ പറയാം. ഇതൊക്കെ ഞാൻ ഇപ്പോൾ കൊണ്ടിട്ടാണ് ഫ്യൂസ് മുത്തിയേക്കാം. ഓക്കെ, കറണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ആടി തുറന്നിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നോ. ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി. സാധാരണ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്നും കിട്ടാറില്ല, പക്ഷേ ഇപ്പോൾ കിട്ടി. ചിലപ്പോൾ നമുക്കൊരു അടിയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും നടക്കാം ഗൈസ്. ശ്രദ്ധാപൂർവ്വം ഇരുന്ന് നമുക്ക് കാണാം. ഒറ്റയ്ക്ക് പെട്ടെന്ന് എവിടെയും ഒളിച്ച് ചെയ്യാം ഗൈസ്, അല്ലെങ്കിൽ ഒന്നും പോകത്തില്ല. A few moments later. നമുക്ക് നമ്മുടെ ആയുധം കിട്ടി. പക്ഷേ സീൻ എന്തെന്ന് വെച്ചാൽ തേങ്ങ എടുക്കാനാണ് ഞാൻ വന്ന. തേങ്ങ ഇവിടെ കളഞ്ഞെന്ന് എനിക്കറിയാൻ വയ്യ ഗൈസ്. ഒരു വലിയ പ്രശ്നമാണ് ഗൈസ് തേങ്ങ. എവിടെ ഇട്ടെന്ന് ശരിക്കും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അതിപ്പോൾ ഒരു പ്രശ്നമായി ഇരിക്കുകയാണ്. ഓക്കെ, തോക്ക് കിട്ടി, വെപ്പൺ കിട്ടി, വെപ്പണെടുത്ത് അങ്ങനെ പല കാര്യങ്ങളും നടന്നു ഗൈസ്. ഇത് ശരിക്കും ആരെടുക്കുന്ന പണിയാണ്. തേങ്ങ ഇവിടെ ഇട്ടെന്ന് എനിക്കറിയാൻ വയ്യ. തേങ്ങ കണ്ടുപിടിക്കണം അടുത്തത്. കൊച്ചിനെയും കണ്ടില്ല, കൊച്ചിൻ്റെ പാവക്കുട്ടീനെയും കണ്ടില്ല. നമുക്ക് തേങ്ങ പോലും കണ്ടില്ല പൈസ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം. കണ്ട വെപ്പണൊക്കെ നേരത്തെ വാ. ഭാഗ്യല്ല പൈസ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. പൂട്ടാണ് പൈസ. മേശയില്ല, അവന്മാരെയൊക്കെ പൂട്ടണം. തേങ്ങ ഇവിടെ കൂടെ കളഞ്ഞാൽ അപ്പോൾ അതാണ് ഗൈസ് മെനക്കേട്. എവിടെയോ കൊണ്ട് തുരച്ചത്. ടൈം ഒട്ടുമില്ല ഗൈസ്. തീപ്പെട്ടി കിട്ടി, എല്ലാം കിട്ടിയില്ല. തേങ്ങ ഇവിടെ കൊണ്ടിട്ടെന്ന് ശരിക്കും എനിക്കറിയാൻ വയ്യ ഗൈസ്. ഒരു വലിയൊരു തേങ്ങ ഞാൻ എടുത്തില്ലല്ലേ. ഇതെന്തായാലും കിളവൻ്റെ കയ്യിൽ കിട്ടരുത്.
ഇവിടെ ഇട്ടൊന്നും അമ്മക്കും കിട്ടത്തില്ലല്ലേ. അയ്യോ തോക്കങ്ങാനും കിളവൻ്റെ കൈ കിട്ടി നമ്മളെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. നമ്മൾ ഇതുവരെ പിടിച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും. ആ ഒരു സീന് വലുതായിട്ടില്ല, എന്നാലും ചെറിയ പ്രശ്നമാണ്. കണ്ടോ എണീറ്റ് പോയി. സൂക്ഷിച്ചാൽ കൊള്ളാം. ആ ഒരു ഇതിലാണ് പോകുന്നത്. തേങ്ങ ഉടച്ച് പൈസ കൊടുക്കാം. ഓക്കെ, ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വാഴാറ്റു പോകാം പൈസ. മിക്കവാറും താഴെ കാണാം, കാരണം താഴെ തരുന്നില്ല. മാത്രമല്ല നമ്മളിതൊരു ചത്തില്ല, അതാണ് ഒരു വലിയ സംഭവമല്ല, വലിയ സംഭവം. ടിക്കറ്റ് അങ്ങോട്ട് തേങ്ങ ഗൈസ്. ടിക്കറ്റ് എടുത്തിട്ടുണ്ടേ. യാത്രകളൊക്കെ പൊളപ്പനായിരുന്നു. താങ്ക് യു. ഓ ആക്സിലേറ്റർ, ഇവിടെയാണ് ആക്സിലേറ്റർ. വേണ്ട ഗൈസ്, നമുക്ക് നേരത്തെ കിട്ടിയ മറ്റേ ഒരു ചക്രമുറത്ത സാധനമില്ലേ ഗൈസ്, അത് ഇവിടെ ഒന്നും ഉണ്ട്. ഇതപ്പോൾ എവിടാ? ഇതെന്തേ ആക്സിലേറ്റർ? ട്രെയിൻ കിടക്കണം. അതിന് ട്രെയിൻ കീ വേണം. അപ്പം കറക്കുന്ന സാധനം എന്തോന്ന്? ടിക്കറ്റ് തന്നെ നമ്മൾ ഗൈസ് തോക്ക് എടുക്കണം. തോക്ക് എടുത്തിട്ട് അതൊന്ന് അടിച്ചാൽ പൊട്ടിക്കുക. പിന്നെ കിണ്ണം വെക്കേണ്ട കാര്യം ഇല്ലയെന്ന് തോന്നുന്നില്ല ഗൈസ്. നമുക്കിപ്പോൾ തന്നെ ടിക്കറ്റ് കിട്ടി, കീ കിട്ടിയില്ല. കീ കിട്ടണമെങ്കിലായിരിക്കും ടിക്കറ്റ് വയ്ക്കാമോ. ഇതെന്തിനാണെന്തോ. തോക്കെടുത്ത് പെട്ടില്ല, നമ്മളങ്ങനെ പെടത്തില്ല, മനസ്സിലായോ? നമ്മളങ്ങനെ പെടത്തില്ല ഗൈസ്, പെടത്തില്ല. നമ്മൾ ഫ്രീ സ്റ്റൈൽ പ്ലെയറാണ് ഇവിടെ. കല്ലെടുത്താൽ നമുക്ക് നമ്മുടെ ലതെടുക്കാം. ഏത് കെറ്റാലി കണക്ക് സാധനമായിട്ടടിക്കാം. നമുക്കിപ്പോൾ മേളിൽ കയറി പോകുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ലിഫ്റ്റിൽ കയറി പോകാന്ന് പറയുന്ന സംഭവം ഒരു പാട് വെച്ച സാധനം, മനസ്സിലായേ? ലിഫ്റ്റിന് വരുന്നത് വരെ നമുക്ക് സീനാണ്. A few moments later. ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി റൂം അങ്ങോട്ട് ചാടിക്കിടക്കാം. ഇവിടെയാണ് സാധാരണ ഇപ്പോഴീ കൗബാർ ഇടുകയെന്നാണ് ഗൈസ് തോന്നുന്നത്. കൗബാർ വെച്ച് ഇതങ്ങോട്ട് തുറക്കുക. ലോക്ക് മറക്കരുത്. അങ്ങോട്ട് ആരെങ്കിലും വരുമെന്ന് ഷെഡ് കീട്ടി കൗബാർ പിന്നെടുക്കാം. ഷെഡ് തുറന്നതാണ് ഗൈസ്. തോക്കുന്നത് ഓക്കെ, തടി കിട്ടി. ഷെഡിക്ക് ഇവിടെ ഉണ്ട്. തടീനി കൊണ്ടുവച്ചിട്ട് കത്തിക്കാം. തീപ്പട്ടി എവിടെ എനിക്ക് അറിഞ്ഞൂടാ, അത് വേറെ പ്രശ്നം. ഇവിടെ അല്ല കത്തിക്കാറില്ല അല്ലേ, എനിക്കറിയാം. പെട്ടെന്ന് തീപ്പട്ടി എനിക്ക് തോന്നുന്നു താഴെ തന്നെ. ഇവിടെ കൊണ്ടിട്ടല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പകുതി പ്രശ്നം ഇവിടെ തീർന്നിരിക്കുകയാണ്.
എല്ലാരും വിളിച്ചു. കളിച്ചേ പറ്റുള്ളൂ ഗൈസ്. ജസ്റ്റ് മിസ്സിൽ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഡേയിലോട്ട് പോയാണ്. ജസ്റ്റ് മിസ്സിലിപ്പോൾ രണ്ടാമത്തെ ഡേയിൽ പോയിരുന്നു. നമ്മൾ ഒന്നിൽ തന്നെ തീർക്കണം ഗൈസ്. അതാണ് അതിൻ്റെ ഒരു ആണത്തം. ഇനി നമുക്ക് തീ എന്തായാലും വെച്ചിട്ടുണ്ട്. കാക്കയുടെ അടുത്ത് പോകണം. കാക്കേനിപ്പോൾ ഇന്നലെ ചീത്ത തുടങ്ങിയെന്ന് അറിയാം. സൗണ്ടൊക്കെ കുറച്ച് കൂട്ടിയൊക്കെ വെച്ചോണം പൈസ. ഓക്കെ, ഇതെവിടെ പോകണം? ഓ, ഞാൻ വിചാരിച്ചിനി മേട് കയറിപ്പോ. അയ്യോ ഗൈസ്, നമുക്ക് മേടി പോകണമെങ്കിൽ പടി കയറിപ്പോയില്ല പറ്റോളാം. ഇവിടെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇനി ഇത്തിരി നമ്മൾ ജയിക്കുമെന്നൊരു അറിയത്തില്ല. ഇത്ര സാധനങ്ങളൊന്നും അവർക്ക് ഇതൊന്നും പോരാ ഗൈസ്. അവർക്ക് ഇനിയും പുകപ്പിച്ച് ട്രെയിനിക്ക് കിട്ടി. ഓക്കെ, എന്താ ഒന്നും ഉണ്ടല്ലോ. ഒരു സാധനം അപ്പം നമ്മൾ കഥ അടച്ചിട്ടുണ്ട്. ഇനി സാധനം വെച്ചിട്ടുണ്ട്. ഇപ്പോഴും രക്ഷപ്പെടാൻ പറ്റുമെന്തോ വയസ്സ്. നീഡ് ടു ക്ലോസ് ദ ഡോർസ് ഫസ്റ്റ്. കഥവൊക്കെ അടയ്ക്കാൻ പറയുന്നില്ല വയസ്സ്. വയസ്സ് ഇപ്പോഴേ പോവും. നമ്മൾ ഇപ്പോൾ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല ഗായ്സ്. നമ്മൾ ഷെൽഫ് മറ്റേ ഷെഡ് തുറന്നിട്ട് ഒന്നും തുറന്നില്ല ഗൈസ്. ഇതിനിടയ്ക്ക് ഫസ്റ്റ് എക്സ്കേപ്പ് ആണ്. ഓ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇനി എന്തോരോ സാധനങ്ങൾ ചെയ്യണ്ടെന്നോ. എൻ്റെ മുന്നേ ഗൈസ് ചേച്ചി താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.